അമ്മയ്ക്ക് പീരീഡോ അമ്മയുടെ ഒരു പാഡ് കാണുമ്പോഴോ എവറിബഡി ഈസ് ലൈക്ക് എന്താ ഇത് അമ്മ ഡൈപ്പർ ഇടുന്നേ. ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ലൈക്ക് ആ സാനിറ്ററി പാഡ്സിന്റെ പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ചെയ്തിട്ട് ദ മൊമെന്റ് ഹി പിക്സ് ഇറ്റ് അപ്പ് ആൾക്ക് അത്രയും പെട്ടെന്ന് ഒരു ന്യൂസ് പേപ്പറിൽ പൊതിയാണ്. പൊതിഞ്ഞ് കവർ ചെയ്ത് ആരും കാണാതെ. അത് എന്തിനാണ് That's what every time you get period you will be like എനിക്ക് അന്ന് സ്കൂളിൽ പോകത്തില്ല കോളേജിൽ പോകത്തില്ല. ഇന്നും വലിയ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേർ പോലും പീരീഡിന് ലീവ് എടുക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പീരീഡിന്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വൈറ്റ് യൂണിഫോം ഒക്കെ ഇട്ട് പോകുമ്പോൾ പീരീഡ് ആണെങ്കിൽ നമ്മൾ ബാക്കിൽ ഒന്ന് പറയണേ ഞാൻ എഴുന്നേക്കാൻ പോവാ ബാക്കിൽ കളറുണ്ടോന്ന്. ഏത് തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് ഈ പീരീഡ്സിന്റെ സമയത്ത് നമ്മൾ നമ്മുടെ ആ ആൾക്ക് കൊടുക്കേണ്ടത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ, റെലവെന്റ് ഫോർ ദിസ് ജനറേഷൻ ഐ ഫീൽ. അതായത് എപ്പോഴാണ് ഇവർക്ക് കൊടുക്കേണ്ടത് വെച്ചാൽ നമ്മുടെ മക്കൾക്കാണ് നമ്മളിത് ഫസ്റ്റ് പറഞ്ഞു കൊടുക്കും. ലൈക്ക് യുനോ ഇഫ് യു ഹാവ് എ ബോയ് ചൈൽഡ് യുവർ സൺ, നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. പണ്ടത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അമ്മമാരുടെ പീരിയഡ്സ് ആരും അറിയുന്നില്ല. അമ്മയ്ക്ക് പീരീഡോ അമ്മയുടെ ഒരു പാഡ് കാണുമ്പോഴോ എവറിബഡി ഈസ് ലൈക്ക് എന്താ ഇത് അമ്മ ഡൈപ്പർ ഇടുന്നേ. യുനോ സോ മെനി ഫണ്ണി ക്വസ്റ്റ്യൻസ്. പക്ഷേ എനിക്ക് 2 ആൺമക്കളാണുള്ളത് ആൻഡ് എ ലിറ്റിൽ ഗേൾ. സോ ഞാനെപ്പോഴും എൻ്റെ മക്കളെ വെൻ ഹീ റീച്ച്ഡ് മൈ എൽഡർ സൺ റീച്ച്ഡ് അഡോളസൻ ഞാൻ പറഞ്ഞു കൊടുത്തു, മോനെ ലൈക്ക് ഹൗ യു ചേഞ്ച് ഗേൾസ് ഹാവ് ഗോട്ട് ദെയർ ചേഞ്ചസ്. നിനക്ക് വരുന്ന വ്യത്യാസങ്ങളും നിൻ്റെ ശരീരത്തിലുള്ള വ്യത്യാസം പോലെ ഗേൾസിൻ്റെ ഒരു യുനോ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ബെസ്റ്റ് പാർട്ട് ഓഫ് ദെയർ ലൈഫ് ഇസ് ദേ ഗെറ്റിംഗ് പീരിയഡ്സ് ഓർ മെൻസസ് ഓർ മെൻസ്ട്രേഷൻ. അപ്പം ആ ഒരു അത് ഞാൻ പറഞ്ഞ വീട്ടിനെ നമ്മൾ പിള്ളേരെ സെൻസിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ നോ യുനോ. അല്ലെങ്കിൽ നമ്മുടെ കസിൻസ്, നമ്മുടെ നെവ്യൂസ്, നമ്മൾ അറിയുന്ന പിള്ളേർ. ഞാൻ ഐ യൂസ് ടു ഗോ ടേക്ക് അഡോളസെന്റ് ഹെൽത്ത് ക്ലാസ്സസ് ഞാൻ എടുക്കുമായിരുന്നു സ്കൂൾസിൽ. ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ സൗഹൃദ ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പോകുമ്പോഴൊക്കെ ഇതുപോലെ ഗേൾസിന് മാത്രം ക്ലാസ് വെക്കും. ആ ടൈമിൽ ബോയ്സിനെ they don't do anything. അവരെ പുറത്തോട്ട് വിടുകയാണ്, അവർക്ക് ഇന്ന് ഫ്രീ പീരീഡ്. ഐ ടോൾഡ് ദം പറ്റത്തില്ല, ലെറ്റ് ബോയ്സ് ഓൾസോ അറ്റൻഡ് ഇറ്റ്. വെൻ ഇറ്റ് വാസ് ഇൻകൾക്കേറ്റഡ്, അവരെ രണ്ടുപേരെയും ഇൻക്ലൂസീവ് ആയപ്പം ഐ ഫെൽ ദാറ്റ് ബോയ്സ് ന്യൂ എ ലോട്ട് അബൌട്ട്. യെസ് ഡെഫിനറ്റ്ലി നമ്മുടെ ഇന്ത്യൻ കേരള സിനാരിയോയിൽ ഭയങ്കര ചിരിയും കളിയാക്കലും ഒക്കെ ആണെങ്കിൽ പോലും ദാറ്റ് വാസ് വെരി യൂസ്ഫുൾ ഐ ഫീൽ. ബിക്കോസ് ഈവൻ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അമ്മമാരുണ്ട്. എനിക്ക് മെൻസസ് ആകുമ്പോൾ എൻ്റെ അമ്മ 10 വയസ്സിലെ പറയുന്നേ പീരീഡ് ആവും, ശ്രദ്ധിക്കണം, ഇങ്ങനെയാണ് അങ്ങനെയാണ്, നമ്മൾ കെയർഫുൾ ആണ്, നമ്മൾ വലുതായി. നോബഡി ടെൽസ് എനിത്തിങ് ടു ബോയ്സ്, നോട്ട് ഈവൻ ദ ഫാദേഴ്സ്. അപ്പം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യുനോ യു ടെൽ. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം ലൈക്ക് ഇങ്ങനത്തെ ഓരോ ഷോസ് ഓർ യുനോ അഡോളസെന്റ് ഹെൽത്ത് ഇപ്പം റീസെൻ്റ്ലി പറഞ്ഞൊരു ക്ലാസ് ഷുഡ് ഓൾവേസ് ഇൻക്ലൂഡ് ബോത്ത് ഐ ഫീൽ. ബിക്കോസ് ഇന്നത്തെ കാലത്ത് എനിക്ക് പറയാൻ പാടുണ്ടോ, ഇത് കട്ട് ചെയ്യണമെങ്കിൽ യു ക്യാൻ കട്ട്. പക്ഷേ ചില ക്ലാസ്സസ് എടുക്കാൻ പോകുമ്പം ഞാൻ യുനോ അട്രാക്ഷൻ ടുവേർഡ്സ് ഓപ്പോസിറ്റ് സെക്സ് പറയുമ്പോൾ ചില കുട്ടികൾ റിട്ടേൺ ആയിട്ട് ലെറ്റർ എനിക്ക് ഫ്രണ്ടിലയക്കും, ഇത് രണ്ടും ഇല്ലെങ്കിലോ ഡോക്ടറെ എന്ന് ചോദിച്ചിട്ട്. സോ ദർ ഇസ് അനദർ കാറ്റഗറി വിച്ച് ഇസ് കമ്മിങ് അപ്പ് ഓർ എ ട്രാൻസ്ജെൻഡർ കാറ്റഗറി. അപ്പം യുനോ യു നീഡ് ടു, അത് നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. സ്നേഹം വീട്ടിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറയുന്നത് പോലെ ദിസ് ഹാസ് ടു കം ഫ്രം ദ ഫാമിലി where mothers ഇതെല്ലാം മറന്ന് യുനോ they have to tell, educate their sons. I know it's difficult for everyone to tell it. പക്ഷേ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലത്തോട്ട് അല്ലെങ്കിൽ പിള്ളേരെ സ്കൂളിൽ you should always do from school it should start or from family it should start. I'll tell you a kind of incident which is like ഇപ്പോഴത്തെ എൻ്റെ ഒരു സെനാരിയോയിൽ ഞാൻ പറയാം. I have 2 boys. അപ്പോൾ 1 is 5 and 1 is 8. അപ്പം ഏർലിയർ ഇപ്പം ഈ ക്വസ്റ്റ്യൻസ് എനിക്ക് പറയില്ല അത് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാൻ എൻ്റെ വൈഫ് സമ്മതിക്കും എന്നുള്ളത്. എന്നാലും ഐ കണ്ടിന്യൂ. സോ let's say elder boy when he reached about 5 and all, this pads used to be there, you know, as you said, you know, it'll be there in the shelf. അപ്പം ഇത് കാണുമ്പോൾ ഇത് എന്താണ് എന്നൊക്കെയുള്ള കുറേ അപ്പം she used to hide it. Then over a period of time, you know, I kind of forced her, you know, keep it there, let it be. You know, over a period of time they will ask you what it is. At that time we'll explain them, let this has to be a part of you. Now same thing what happens is like let's say if you go to ഒരു മെഡിക്കൽ ഷോപ്പിൽ ഇന്നും ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ലൈക്ക് ആ സാനിറ്ററി പാഡ്സിന്റെ പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ചെയ്തിട്ട് ദ മൊമെന്റ് ഹി പിക്സ് ഇറ്റ് അപ്പ് ആൾക്ക് അത്രയും പെട്ടെന്ന് ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് കവർ ചെയ്ത് അത് എന്തിനാണ്? അതാണ് ഒരു സ്റ്റിഗ്മ, യുനോ ദാറ്റ് സംതിങ് ദിസ് ഇസ് സംതിങ്. പാഡ്മാൻ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ട് അക്ഷയ് കുമാർ. അതൊരു സ്റ്റിഗ്മയാണ്. ലൈക്ക് ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഐ വുഡ് സേ ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ്. ഇറ്റ് ഈസ് യുനോ സ്റ്റാർട്ടിങ് ഓഫ് യുവർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. പീരീഡ് എപ്പോഴും നമ്മൾ ഞാൻ പിള്ളേരോട് വരെ പറയുന്നത് ലൈക്ക് ഹൂവർ കംസ് ടു മൈ OP I tell them
പീരീഡ് നമ്മൾ ഒരു അസുഖമായിട്ട് എടുക്കാം. ഷുഡ് ബിക്കം ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ് വിച്ച് ഗോഡ് ഹാസ് ഗിവൺ ഫോർ റീപ്രൊഡക്ഷൻ. സോ അതിനെ എപ്പോഴും പോസിറ്റീവ് വേയിൽ എടുക്കുക. അല്ലെങ്കിൽ എവറി ടൈം യു ഗെറ്റ് പീരീഡ് യു വിൽ ബി ലൈക്ക് എനിക്ക് അന്ന് സ്കൂളിൽ പോകത്തില്ല, കോളേജിൽ പോകത്തില്ല. ഇന്നും വലിയ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേർ പോലും പീരീഡിന് ലീവ് എടുക്കുന്നു ജസ്റ്റ് ബിക്കോസ് ഓഫ് ദെയർ സോ മെനി തിങ്സ് ഫോളോയിങ് ഇറ്റ്. ലൈക്ക് അതാ ഞാൻ പറഞ്ഞത്, സെൻസിറ്റൈസ് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് തുടങ്ങുക. എന്താണ് പീരീഡ് എന്ന് പിള്ളേർക്ക് മനസ്സിലാക്കി കൊടുത്താലേ ഈ പീരീഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് അവർ ചോദിക്കുകയുള്ളൂ. ബ്ലീഡിങ് വരുന്നു, വൈ ആർ യു ബ്ലീഡിങ്? പീരീഡിന്റെ സമയത്ത് നമുക്ക് വയറുവേദന വരുന്നു, ചേച്ചി ആ സമയത്ത് കിടക്കുന്നു, എന്തിനാ ചേച്ചി കിടക്കുന്നത്? വൈ കാൻ ദ മദർ എക്സ്പ്ലെയിൻ ഓർ ഡാഡ് എക്സ്പ്ലെയിൻ ദാറ്റ് ചേച്ചിക്ക് വയ്യ, ഷീ ഈസ് ഹാവിങ് പീരീഡ്, യു ഷുഡ് ഹെൽപ്പ് ഹർ ഡ്യൂറിങ് ദാറ്റ് ടൈം. ഞാൻ പറയുന്നത് അങ്ങനെ കിടന്നൊരു അസുഖക്കാരി ആവേണ്ട ആവശ്യമില്ല, പക്ഷെ യു ക്യാൻ ബി കമ്പാഷനേറ്റ് ടു യുവർ ഫാമിലി മെമ്പേഴ്സ് ഓർ യുവർ കസിൻസ്. അപ്പോൾ കളിയാക്കലുണ്ടാവില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു പീരീഡിൻ്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വൈറ്റ് യൂണിഫോം ഒക്കെ ഇട്ട് പോകുമ്പോൾ പീരീഡ് ആണെങ്കിൽ നമ്മൾ ബാക്കിൽ ഒന്ന് പറയണേ, ഞാൻ എഴുന്നേക്കാൻ പോവാ, ബാക്കിൽ കളറുണ്ടോയെന്ന്. ബിക്കോസ് ഇതൊക്കെ, അല്ലെങ്കിൽ ഞാൻ ഇന്നും ഓർക്കുന്നു നമ്മുടെ സ്കൂളിൽ വൈറ്റ് യൂണിഫോം ഇട്ടിട്ട് ഫുൾ റെഡായിട്ട് നമ്മളിങ്ങനെ ബോയ്സ് അറിയാതെ ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്ത് കവർ ചെയ്ത് അവരെ ബാത്റൂമിലോട്ട് കൊണ്ടുപോവാ. വൈ ഓൾ ദോസ് തിങ്സ്? സേ ദാറ്റ് ഇത് ഭാവിയിൽ നിങ്ങളൊരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ച് കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സിൽ കൂടെയൊക്കെ പോകുന്നത്. സോ വൈ നോട്ട് സെൻസിറ്റൈസ് മെൻ ഓൾസോ? അപ്പോൾ അവർ ഇച്ചിരി കൂടി കമ്പാഷനേറ്റ് ആവും, അവർ ഇച്ചിരി കൂടി സ്വീറ്റർ ജെന്റിൽമെൻ ആവും. Exactly. See, as I told you, like ഇതിപ്പം ലെറ്റ്സ് സേ ദാറ്റ് ഷോർട്ട് വേർഡ് വാട്ട് ഇസ് PMS. ഓക്കെ, സോ ബേസിക്കലി ആ ഒരു സമയത്ത് നമുക്ക് ഇനീഷ്യലി വെൻ വി ഗെറ്റ് ടു നോ അബൌട്ട് ഓൾ ദീസ് തിങ്സ് വി ആർ ലൈക്ക് കൈൻഡ് ഓഫ് കമ്പാഷനേറ്റ്. ഇപ്പം നേരത്തെ മാഡം പറഞ്ഞ പോലെ കമ്പാഷനേറ്റ് ഒക്കെ ആവും. ബട്ട് ഓക്കെ, let's say I was compassionate when there was no kids and all, like me and my wife and blah blah blah, it was going on. Then once kids, everything happened, she became so busy. To be very frank, I say with all due respect, right now that compassion part is not there. So that's what my question was basically, what and all a person, അതായത് ഒരാള് എന്തൊക്കെ സപ്പോർട്ട്, like madam, as I told you, like I asked you about gynecologist, you keep it aside. As a woman, what do you expect from the from your son, from your husband, or from your brother, father, whatever it is? What does that you expect from us? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓൺലി ദാറ്റ് കമ്പാഷനേറ്റ് പാർട്ട് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ഇതൊരു അസുഖമാക്കണ്ട. അതെ, പക്ഷെ ചിലവർക്ക് ക്യാൻ ഗോ റിയലി ബാഡ് ഓൾസോ. അങ്ങനെ ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. പീരിയഡ്സ് ആർ വെരി പെയിൻഫുൾ, പീരിയഡ്സിൽ വോമിറ്റിങ്, അങ്ങനെ ഒത്തിരി വേറെ ലെവലിലുള്ള സിംറ്റംസ് ഉള്ളവരും ഉണ്ട്. ചിലവർ ഈ PMS എന്ന് പറയുന്ന പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, PMS എന്ന് പറയുന്നത് ക്യാൻ ഒരു മൈൽഡർ ടു സിവിയർ വേർഷനിൽ ഈവൻ ഡിപ്രഷൻ വരെ പോകുന്ന പല കാറ്റഗറീസ് ഉണ്ട്. സോ അങ്ങനെ, പക്ഷെ ഇൻ ജനറൽ ഒരു 70 to 80% ഈ പറഞ്ഞല്ലോ, ജസ്റ്റ് ബി കൈൻഡ്, യു ക്യാൻ ബി എന്തെങ്കിലും വേണോ, ഹാ യു ഓക്കെ, എന്താ യൂഷ്വലി ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, വാട്ട് ഐ ഹാവ് റെഡ്, ഞാൻ ഒത്തിരി വായിക്കും. അപ്പം അതിൽ ഞാൻ വായിച്ചത് മനസ്സിലാക്കിയിരിക്കുന്നത്, വാട്ട് മെൻ വോണ്ട് ഇസ് സെക്സ്, but what a woman want is just that hand, that caring hand. Sarilla pote, you'll be fine, all those things. We are capable of doing that. Come on, I'm not telling that angane cheyyannalla njan parayunnu. We do that, പക്ഷേ basically that's how, see, ഒരു ബുക്ക് ഉണ്ട്, Men Are From Mars and Women Are From Venus, അങ്ങനെ ഒരു ബുക്ക് ഉണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, men are wired like that. It's not a തെറ്റൊന്നുമല്ല അത്. Women are wired like this. That's why you are two different men and women. അപ്പം ഞാൻ പറയുന്നത് ബേസിക്കലി all you need to be is a bit compassionate during that time. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ എനിക്ക് എപ്പോഴും വിഷമം തോന്നാറുണ്ട്. ലേഡീസിൻ്റെ കാര്യം പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. പീരിയഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നല്ല ഈസ്ട്രജനൊക്കെ വന്ന് അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ഓവുലേഷൻ വന്ന് നമ്മൾ വളരെ സാഡ്നെസ്. പ്രൊജസ്ട്രോൺ ഇസ് എ സാഡ് ഹോർമോൺ. ഓക്കെ, ആൻഡ് യു ഗോ ഡൗൺ ഫോർ നോ റീസൺ, യു വിൽ സ്റ്റാർട്ട് ക്രൈം. ഒരാവശ്യമില്ല. അപ്പം നമ്മൾ വിചാരിക്കും, ആണുങ്ങളെല്ലാവരും വിചാരിക്കും, ഇവരെന്തിനാ ഇത്ര, എന്താ പ്രശ്നം? പലരും കവടി നിരത്തി നോക്കാം, എന്താണ് മുഖം വീർപ്പിക്കുന്നതെന്ന്. ഐ ഡോണ്ട് നോ, ഇറ്റ്സ് ഹൗ വി ആർ ക്രിയേറ്റഡ്. ചില സമയത്ത് ഈവൻ ഐ ടെൽ മൈ ഹസ്ബൻഡ്, ഇന്ന് എനിക്ക് കുറച്ച് ഡൗൺ ആട്ടോ, ചിലപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ അങ്ങ് കരഞ്ഞു പോവാം. അങ്ങനെയുണ്ട്. നമ്മൾ യു ആർ ഓൾ മെൻ, ഹസ്ബൻഡ്സ്, sons. Yeah, so you all know how ഒരു ദിവസം your mother is really wild, something is wrong, അല്ലേ? True. Yeah, that's because നമ്മളെ എങ്ങനെയാണ് God, you just check the hormonal ഇതിൽ ഓരോ ദിവസവും അത് ഡിഫറെൻ്റ് ആണ്.
സോ ജസ്റ്റ് ബിഫോർ ആ PMS ഒക്കെ വരുന്നത് ഓവുലേഷന് ശേഷമാണ്. യു വിൽ ഫീൽ റിയലി ലോ ആൻഡ് ഗ്ലൂമി. യു ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് ടു യു. മനസ്സിലായില്ലേ? സോ ആ ടൈമിൽ ഐ എം നോട്ട് ടെല്ലിങ് ദാറ്റ് എല്ലാ ദിവസവും ഇങ്ങനെ എല്ലാവരെയും ഇത് ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും. യു ഡോണ്ട് നീഡ് ടു ഡൂ ദാറ്റ്. പക്ഷേ ജസ്റ്റ് ബി എ ബിറ്റ് കമ്പാഷനേറ്റ്. യു ഷുഡ് നോ ദാറ്റ് ഇതൊക്കെ ഇവരുടെ ലൈഫിൽ ഒരു കോമൺ. ഞാൻ എപ്പോഴും ചോദിക്കും, വൈ ഗോഡ് ക്രിയേറ്റഡ് അസ് ലൈക്ക് ദിസ്? മെന്നിനെ ആണുങ്ങളെ പോലെ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് ഒന്നുമില്ല, ഒരു ഒറ്റ ടെസ്റ്റോസ്റ്ററോൺ മാത്രം. That's it. You know? അങ്ങനെയല്ല, ദാറ്റ് ഇമോഷണൽ ലോ. വൈ വുമൺ ക്രൈ ഫ്രീക്വന്റ്ലി എന്നുള്ളത്. ഇപ്പം ആണുങ്ങളെ കരയിപ്പിക്കാൻ കുറച്ച് പാടല്ലേ? That's because of the hormone. No, it's major. ആണുങ്ങളെ ഏറ്റവും കൂടുതൽ കരയുന്നത് പെണ്ണുങ്ങളെ കുറിച്ച് തന്നെ. I agree. പക്ഷേ ദാറ്റ്സ് വൈ വുമൺ ഗോ ബിറ്റ് ഫോർ നോ റീസൺ. ഇപ്പം ഞാൻ കൊച്ചു പിള്ളേർക്ക് ഇതുപോലെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും പിള്ളേർ എന്നോട് പറയുന്നവരെ, മാഡം ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഉമ്മയോട് ഞാൻ വഴക്കുണ്ടാക്കുക, വെറുതെ വഴക്കുണ്ടാക്കുക, ഭയങ്കര ദേഷ്യം വരിക, എന്താ ഇങ്ങനെ, ഇതുവരെ കുഴപ്പമില്ലായിരുന്നു. അഡോളസൻസ് എത്തിക്കഴിയുമ്പം സംതിങ് ഹാപ്പൻസ്. ഇറ്റ്സ് ഓൾ ദ ഹോർമോൺസ്. Exactly.